ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അതായത് കരിയറുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന കാൻഡിഡേറ്റ്സിന് ഇത് വളരെ പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. അതായത് നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, കാൻഡിഡേറ്റ്സ്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ഫോർ ഇന്റർവ്യൂ, ഒരു ജോബിന് വേണ്ടി നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തിൽ നമ്മളുടെ സ്കില്ല്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ തന്നെ ഓൾ ദീസ് മാറ്റർ. പക്ഷെ അതിലും ഒക്കെ ഉപരിയായിട്ട് എപ്പോഴും ഒരുപക്ഷെ എല്ലാവരും ഇഗ്നർ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് യു ആർ യൂസിങ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്കറിയാം, ഓൾമോസ്റ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഇന്റർവ്യൂസ് ഒക്കെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓഫീസുകളിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻസിലൊക്കെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ കേരളത്തിലായാലും കേരളത്തിന് വെളിയിലായാലും എവിടെയായാലും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൂടുതലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈവൻ നമ്മളുടെ മദർ ടങ് ആണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന വേർഡ്സ്, നമുക്ക് നമ്മളുടെ ആൻസറുകളുണ്ട്, ഉത്തരങ്ങൾ നമ്മൾ പറയുമ്പോൾ, അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഉത്തരങ്ങളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ എംപ്ലോയബിലിറ്റി ഒരു പക്ഷേ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന 7 അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സ് ആണ് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്, കണ്ടന്റ് എന്ന് പറയുന്നത്. അതിലാദ്യത്തെ നമ്മളുടെ ടോപ്പിക്, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മളുടെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവാക്റ്റീവ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ പലരും കേട്ട് കാണും. എന്താണ് പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. പ്രൊവാക്റ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ആക്ഷന്, അതായത് ഏതൊരു പ്രശ്നവും നമുക്കുണ്ടാകുമ്പോൾ, പ്രശ്നം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലായാലും നമ്മളുടെ പേഴ്സണൽ ലൈഫിലായാലും എല്ലാം തന്നെ നമ്മളുടെ ഇനിഷ്യേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം എറൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ ആക്ഷൻ എടുക്കുന്ന ഒരു നമ്മളുടെ നേച്ചറിനെയാണ് പ്രൊവാക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ടേക്കിംഗ് ആക്ഷൻ ബിഫോർ പ്രോബ്ലംസ് എറൈസ്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുന്നേ കൂട്ടി കണ്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാണ് പ്രൊവാക്റ്റീവ് ആകുക എന്ന് പറയുന്നത്. ഷോയിങ് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ നമുക്ക് പറയും. നമുക്ക് പറയും ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നൊക്കെ നമുക്ക് പറയും. അപ്പോൾ അതാണ് പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ളൊരു വാക്ക് നമ്മൾ നമ്മളുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊവാക്റ്റീവ് എന്നുള്ളത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ സെന്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ മൈ പ്രീവിയസ് റോൾ ഐ ടുക്ക് എ പ്രൊവാക്റ്റീവ് അപ്രോച്ച് ടു സോൾവിങ് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ബിഫോർ ദേ ബിക്കം ക്രിട്ടിക്കൽ. ഇതിപ്പോൾ ഞാൻ അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് ഒരു അക്കൗണ്ടിങ് ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അത് അവർ ചോദിക്കാം, ചിലപ്പോൾ ഇന്റർവ്യൂ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരവാണ് ഇൻ മൈ പ്രീവിയസ് റോൾ, അത് നേരത്തെയുള്ള എൻ്റെ ജോലിയിൽ ഐ ടു പ്രൊവാക്റ്റീവ് അപ്രോച്ച് ടു സോൾവിങ് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ബിഫോർ ദ ബിക്കം ക്രിട്ടിക്കൽ. എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. ഐ ടുക്ക് എ പ്രൊവാക്റ്റീവ് അപ്രോച്ച്. അപ്പം ഇങ്ങനൊരു വേർഡ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് നമ്മൾ ആൻസറായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അത് പ്രാക്ടിക്കൽ ആയിരിക്കണം, നമ്മളുടെ എക്സ്പീരിയൻസോടെ ബന്ധപ്പെടുത്തിയായിരിക്കണം പറയുന്നത്. അല്ല നമ്മൾ ഈ വേർഡ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുക എന്നല്ല പറയുന്നത്. അത് നമ്മുടെ എക്സ്പീരിയൻസോടെ ബന്ധപ്പെടുത്തിയിടണം നമ്മളെപ്പോഴും പറയാൻ വേണ്ടി. ഇൻ മൈ പ്രീവിയസ് റോൾ അല്ലെങ്കിൽ ഇൻ മൈ പ്രീവിയസ് എക്സ്പീരിയൻസ് ഐ ടുക്ക് എ പ്രൊവാക്റ്റീവ് അപ്രോച്ച് ടു സോൾവിങ് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ബിഫോർ ദേ ബിക്കം ക്രിട്ടിക്കൽ.
അപ്പോൾ അതിനകത്തൊരു സെൻസ് ഉണ്ട്, ഇറ്റ് മേക്സ് എ സെൻസ് ഇല്ലേ. ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ക്രിട്ടിക്കൽ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനം എടുക്കാറുണ്ടായിരുന്നു ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ്. വെയിറ്റ് ഇംപ്രസസ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഇതിങ്ങനെ ഇംപ്രസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആഹ് ഇത് ഇങ്ങനൊരു ആൻസർ നമ്മൾ പറയുമ്പോൾ ദേ മേ ഫീൽ ദാറ്റ് യു ആർ എ കാൻഡിഡേറ്റ് ഹൂ ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് യു ആർ റെസ്പോൺസിബിൾ ഓർ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൊവാക്റ്റീവ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ബേസ് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് സെൻസ് ഡസ് ഇറ്റ് മേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ച് എ കാൻഡിഡേറ്റ് will not wait for instructions and he or she is taking the responsibility to take action or to solve some problems etc എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വാക്ക് നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ അതുണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റിക്കുലസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തിലും മെറ്റിക്കുലസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കും, വളരെ സൂക്ഷ്മതയോടെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് പറയുന്നത് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. വെരി കെയർഫുൾ ആൻഡ് പ്രിസൈസ് വിത്ത് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. എക്സാമ്പിൾ സെൻറ്റൻസ് ആയിട്ട് ആസ് എ സീനിയർ അക്കൗണ്ടന്റ് ഐ ആം മെറ്റിക്കുലസ് ഇൻ വെരിഫൈയിങ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് റിക്കൺസിലിയേഷൻസ്. ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വളരെ മെറ്റിക്കുലസ് ആണ്. അതുപോലെ തന്നെ റിക്കൺസിലിയേഷനിലൊക്കെ ഞാൻ വളരെ കെയർഫുൾ ആണ്. എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസിൽ കൂടെ ഞാൻ പോയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ അല്ലെങ്കിൽ അതിനെ ഞാൻ ഫൈനലൈസ് ചെയ്യത്തുള്ളൂ എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് മെറ്റിക്കുലസ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രൊവാക്റ്റീവ് നമുക്ക് ഒരു വൺ ഓഫ് ദ പവർഫുൾ വേർഡ്സ് ആണ്. പിന്നെ മെറ്റിക്കുലസ് യെറ്റ് അനദർ പവർഫുൾ വേർഡാണ്. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു വൊക്കാബുലറി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻ്റർവ്യൂസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് വേർഡ് ഫോർ അക്കൗണ്ടിങ്, ഫൈനാൻസ്, ഓഡിറ്റിംഗ്, കോംപ്ലയൻസ് റോൾസ്. ഇതുപോലുള്ള റോളുകളിലൊക്കെ ഉള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് നമ്മളുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരു സെൻറ്റൻസ് പറയാൻ സാധിക്കുമെങ്കിൽ അത് വളരെ എന്താണ് പറയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് തീർച്ചയായിട്ടും ഇറ്റ് സൗണ്ട്സ് പ്രൊഫഷണൽ. മനസ്സിലായില്ല. അപ്പോൾ പ്രൊആക്റ്റീവ് ആണ്, മെറ്റിക്കുലസ് ആണ് രണ്ടാമത്തെ വേർഡ്. മൂന്നാമത്തെ വേർഡ് എന്ന് പറയുമ്പോൾ സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി തന്നെയാണ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് പ്രോസസ്സസ് ബൈ മേക്കിംഗ് ദ മോർ എഫിഷ്യൻറ്റ്. പ്രോസസ്സുകളെ നമുക്കറിയാം, പ്രോസസ്സ് ബിസിനസ്സിനകത്തെല്ലാം പ്രോസസ്സ് ഉണ്ട്, ഇന്റേണൽ പ്രോസസ്സസ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റംസിനെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം, പ്രോസസ്സിനെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം. അപ്പോൾ പ്രോസസ്സുകളെ സ്ട്രീം ലൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കിക്കൊണ്ട് പ്രോസസ്സുകളെ നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കിക്കൊണ്ട് നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വൊക്കാബുലറി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സ്ട്രീം ലൈൻഡ് പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഐ ഹെൽപ്ഡ് സ്ട്രീം ലൈൻ അവർ ഇൻവോയ്സ് അപ്രൂവൽ പ്രോസസ് റെഡ്യൂസിങ് ഡിലേസ് ബൈ 40%. എന്നുവെച്ചാൽ ഇൻവോയ്സ് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ സ്ട്രീം ലൈൻ ഞാൻ ചെയ്യുവാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇൻ മൈ പ്രീവിയസ് റോൾ എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഇപ്പോൾ ജോലിയിലിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇൻ മൈ കറന്റ് റോൾ അല്ലെങ്കിൽ ഇൻ മൈ പ്രസന്റ് ജോബ് ഐ ഹെൽപ്പ് സ്ട്രീം ലൈൻ അവർ ഇൻവോയ്സ് അപ്രൂവൽ പ്രോസസ് ആൻഡ് ദെയർബൈ റെഡ്യൂസിങ് ഡിലേസ്. അങ്ങനെ 40% ഡിലേ അതിനകത്തിൽ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറ്റ് ഷോസ് യു അണ്ടർസ്റ്റാൻഡ് ഓപ്പറേഷൻസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് ഒരു ആൻസർ പറയുമ്പോൾ ഇൻ്റർവ്യൂവർക്ക് തോന്നാൻ സാധ്യതയുള്ളത്, കാരണം നമ്മൾ പിന്നെ ഹെൽപ്ഫുൾ ആണ്,
എഫിഷ്യൻസി അതുപോലെ പ്രൊഡക്ടിവിറ്റി ഒക്കെ നമ്മളുടെ റോൾ കാരണം കമ്പനിയുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻസിനെ, കമ്പനി ഓപ്പറേഷൻസ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഇംപ്രഷൻ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്ന വാക്ക് തന്നിട്ട്. അപ്പം അതിൻ്റെ വേർഡ് മീനിങ് എന്നല്ല ടു ഇംപ്രൂവ് പ്രോസസ് ബൈ പിന്നെ മേക്കിംഗ് ദം മോർ എഫിഷ്യൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വൊക്കാബുലറി നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത 4ാമത്തെ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക്കൽ എന്നുള്ളതാണ്. ഇതും നമുക്ക് തീർച്ചയായിട്ടും അക്കൗണ്ടൻസി, ഫൈനാൻസ്, ജോബ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൊക്കാബുലറിയാണ്. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് അറ്റ് ബ്രേക്കിംഗ് ഡൗൺ പ്രോബ്ലംസ് ലോജിക്കലി, എന്ന് വെച്ചാൽ വളരെ പ്രശ്നങ്ങളെ നമുക്ക് യുക്തിപരമായിട്ട് അതിനെ എന്താണ് പറയുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കും. അനലറ്റിക്, നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറയുന്നത്, വിശകലനം ചെയ്യാന്ന് പറയാം, 1 by 1 ആയിട്ട്. വി അനലൈസ് ദ പ്രോബ്ലം, അല്ല വി അനലൈസ് ദ ഇഷ്യൂ. ഐ യൂസ് എ ഹൈലി അനലറ്റിക്കൽ അപ്രോച്ച്. ഈ അനലറ്റിക്കൽ എന്ന് പറഞ്ഞൊരു അപ്രോച്ചിനാണ് നമ്മുടെ അപ്രോച്ച് ലോജിക്കലാകുമ്പോൾ, പ്രോബ്ലംസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ലോജിക്കലാണെങ്കിൽ അത് ആ വ്യക്തി അനലറ്റിക്കലായിരിക്കും. ഐ യൂസ് എ ഹൈലി അനലറ്റിക്കൽ അപ്രോച്ച് വെൻ റിവ്യൂയിങ് ഫിനാൻഷ്യൽ വേരിയൻസസ് ഓർ ട്രെൻഡ്സ്. ഫിനാൻഷ്യൽ വേരിയൻസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഒരു അനലറ്റിക്കൽ അപ്രോച്ച് എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു അനലറ്റിക്കൽ അപ്രോച്ച് ആയിരിക്കും എനിക്കുള്ളത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അതിനെ സൂക്ഷ്മമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുന്ന ഒരു നേച്ചർ എനിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേർ ഇറ്റ് ഫിറ്റ്സ്, അല്ലെങ്കിൽ ഹൗ വാട്ട് ദ ഇൻ്റർവ്യൂർ മേ ഫീൽ അബൌട്ട് യു വെൻ ഹി ഓർ ഷീ ഹിയേഴ്സ് അബൌട്ട് ദിസ്. പെർഫെക്റ്റ് ഫോർ ഫൈനാൻസ്, ബാങ്കിങ്, ടെക്നോളജിക്കൽ, ഡാറ്റ മാനേജ്മെൻറ്റ് റോൾസ്, ഇതുപോലുള്ള റോളുകളൊക്കെ ഈ ഒരു വാക്ക് ഉപയോഗിക്കാനാണ് നമുക്ക് ഇൻ്റർവ്യൂവിൽ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു വൊക്കാബുലറി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ് അനലിറ്റിക്കൽ എന്നുള്ളത്. നെക്സ്റ്റ് ആണ് അഡാപ്റ്റബിൾ. അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടുണ്ട് വാക്ക്, അഡോപ്റ്റ് ഉണ്ട്, അഡാപ്റ്റ് ഉണ്ട്. അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൊക്കാബുലറിയാണ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ നേച്ചറിനെയാണ്, അല്ലെങ്കിൽ കഴിവിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഏബിൾ ടു അഡ്ജസ്റ്റ് ക്വിക്ക്ലി ടു ചേഞ്ചസ്. പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതാണ്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും, ഇത് ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിന്നുണ്ട്. അപ്പം നമ്മൾ പേഴ്സണൽ ലൈഫിലും അഡാപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നുവെച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ തിരിഞ്ഞു നിൽക്കാതെ, അല്ലെ അതിനോട് വിമുഖത കാണിക്കാതെ, അല്ലെങ്കിൽ ആശങ്കപ്പെട്ട് നിൽക്കാതെ നമ്മൾ മാറുന്ന അവസരങ്ങൾക്കനുസരിച്ച് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുക, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ കഴിവിനെയാണ് അഡാപ്റ്റബിൾ അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, കമ്പനിയിൽ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ ഗുണം വളരെ അത്യാവശ്യമാണ്. ഐ റിമൈൻഡ് അഡാപ്റ്റബിൾ ഡ്യൂറിങ് ERP മൈഗ്രേഷൻ ആൻഡ് ലേൺ ദ ന്യൂ സിസ്റ്റം വിത്തിൻ എ വീക്ക്. അതായത് ഇപ്പോൾ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഓഫീസിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി, ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് തന്നെ. എന്നുവെച്ചാൽ നേരത്തെ ഇല്ലായിരുന്ന ഒരു ടെക്നോളജി ഇപ്പോൾ കമ്പനി അഡോപ്റ്റ് ചെയ്തിരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ, ഇൻ യുവർ ഓഫീസ് നിങ്ങൾ ഇതുവരെ അക്കൗണ്ട്സ് മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു ഓൾഡ് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ERP കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ERPയെ കുറിച്ചും പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇന്റർണൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ചേഞ്ചിനനുസരിച്ച് നമ്മൾ മാറാൻ നമ്മൾ പേഴ്സണലി റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ, എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള കഴിവില്ല കേട്ടോ. നോട്ട് ഓൾ പീപ്പിൾ ആർ അഡാപ്റ്റബിൾ, അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പല ആൾക്കാരും ചേഞ്ചിനോട്, മാറ്റത്തിനോട് മുഖം തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫിയർ അല്ലെങ്കിൽ കൺസേൺ ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ബിക്കോസ് ദേ ആർ നോട്ട് അഡാപ്റ്റബിൾ. അവർക്ക് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന സ്കിൽ അല്ലെങ്കിൽ ആ ഒരു ട്രേറ്റ് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഡോണ്ട് തിങ്ക് ദറ്റ് ഓൾ പീപ്പിൾ ആർ അഡാപ്റ്റബിൾ. ചിലർ ഫോഴ്സ്ഫുള്ളി മാറുകയാണ്, ചിലർ വില്ലിംഗ്ലി മാറുകയാണെന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ERP മൈഗ്രേഷൻ കമ്പനിയിൽ ഉണ്ടായപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത്
അഡ്ജസ്റ്റ് ചെയ്യാനും അത് പഠിക്കുവാനും ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ ERP അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുവാനും സാധിച്ചു. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് ഓഫ് മൈ അഡാപ്റ്റബിൾ നേച്ചർ അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ചേഞ്ച് ക്യാൻ ഒക്കർ അറ്റ് എനി ടൈം. സോ ഓൺലി കമ്പനി പ്രിഫേഴ്സ് പീപ്പിൾ ഹൂ ക്യാൻ നാവിഗേറ്റ് അലോങ് വിത്ത് ദാറ്റ് ചേഞ്ച്. ഇല്ല, അത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് നിലനിൽക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള എംപ്ലോയീസിനെയാണ് ഇന്ന് കോർപ്പറേറ്റ് ഓഫീസസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പ്രിഫർ ചെയ്യുന്നത്. സോ എവറി കമ്പനി values flexibility, especially in unpredictable markets like UAE, GCC, or everywhere change happens at the drop of a hat. ഇല്ലേ, പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ സൗകര്യങ്ങൾ അനുസരിച്ചോ കൺവീനിയൻസ് അനുസരിച്ചോ ഒന്നുമില്ല ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരിടത്തും. ഈവൻ ഇൻസൈഡ് ദ സിസ്റ്റം അല്ലെങ്കിൽ ഇൻസൈഡ് ദ കമ്പനി, ഔട്ട്സൈഡ് ദി കമ്പനി, ഇല്ലേ, എക്സ്റ്റേണൽ എൻവയൺമെന്റിലും ഇന്റേണൽ ആയിട്ടുള്ള എൻവയൺമെന്റിലും ഒന്നും തീർച്ചയായിട്ടും ആസ് എൻ എംപ്ലോയി യു കോൺ predict and you can't expect or you can't foresee a lot of changes that is gonna take place. ഇല്ലേ, നമ്മളുടെ പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടാകാവുന്ന ചേഞ്ചസിനെ ഒന്നും നമുക്ക് ഫോർസ് ചെയ്യാൻ മുന്നേ കൂട്ടി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇഫ് യു ആർ അൻ എംപ്ലോയി, ഇഫ് യു ആർ നോട്ട് അറ്റ് ദി ഹെം ഓഫ് അഫയേഴ്സ്, ഇല്ലേ, കാരണം ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ആ ഒരു തലത്തിൽ അല്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ നോ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. അത് നമുക്ക് രണ്ടായാലും ശരി, ആ ചേഞ്ചിനനുസരിച്ച് നമുക്ക് നമ്മളെ നാവിഗേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കതിനകത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സർവൈവൽ എൻഷുർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ പീപ്പിൾ, ഓർഗനൈസേഷൻസ് വാല്യൂ ഫ്ലെക്സിബിലിറ്റി. Flexibility means flexibility on the part of the people who do the jobs. വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. കാരണം ബിക്കോസ് ദ ടോപ്പ് മാനേജ്മെന്റ് ഓർ ദ മാനേജ്മെന്റ് ഓൾവേസ് വില്ലിംഗ് ടു ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് according to the change that takes place outside the organization in the external environment. Because when the technology changes, the organization may have to bring that technology inside the organization. When some political changes, legal changes, when some changes are there in the overall legislative environment, or some, if the fashion changes, things have to change inside also. So there are a lot of changes that takes place outside the organization, and a lot of changes can happen inside the organization too. So if the employees are not adaptable and they are not flexible, if they are not flexible enough, organization cannot move forward with such employees. So the business institutions always prefer people with flexibility, people who are adaptable. അപ്പം അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി നമുക്കുണ്ട് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഷോ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ദ ചാൻസസ് ആർ ഹൈ ദാറ്റ് യു ക്യാൻ ബി ഹയർഡ് ബൈ ദി എംപ്ലോയർ. അടുത്ത വേർഡാണ് അക്കംപ്ലീഷൻ എന്നുള്ളത്. അക്കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക എന്നൊക്കെ. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതിനാണ് അക്കംപ്ലീഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഹൈലി സ്കിൽഡ് ഹാസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട്സ് എന്നൊക്കെയാണ്. എന്നുവെച്ചാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിനൊക്കെയാണ് അക്കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഹീസ് എൻ അക്കംപ്ലീഷ്ഡ് ഓതർ, ഹീസ് എൻ അക്കംപ്ലീഷ്ഡ് സിംഗർ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, I am an accomplished accounting professional with over 10 years of experience in cash flow, inventory and financial management. എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് തുല്യമാണിതെന്ന് പറഞ്ഞാൽ. ഇത് വെറും എന്താണ് പറയുന്നത്, ഒരു എന്താണ് പറയുന്നത്, നമ്മളെ ബോസ്റ്റ് ചെയ്യല്ല, നമ്മളെ പുകഴ്ത്തുകയല്ല, ഇത് സെൽഫ് പ്രൈസ് ചെയ്യല്ല. നമ്മളുടെ എക്സ്പീരിയൻസ് എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അക്കംപ്ലീഷ് എന്നുള്ളത്. ഐ ആം ആൻ അക്കംപ്ലീഷ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ വിത്ത് ഓവർ 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ക്യാഷ് ഫ്ലോയിലും ഇൻവെൻട്രിയിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും ഒക്കെ 10 വർഷത്തിന് മുകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കംപ്ലീഷ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊഫഷണലാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ്. വെയിറ്റ് വർക്ക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻറ്റ് ബട്ട് നോട്ട് അറഗൻറ്റ്.
നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന ഒരു ഉത്തരവാണ്. പക്ഷേ അറഗൻ്റ് അല്ല. കമ്മ്യൂണിക്കേറ്റ്സ് വാല്യൂ ഇൻസ്റ്റൻ്റ്ലി. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എലമെൻ്റ് ഒക്കെ ഇതിനകത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് വെൻ the interviewer or the employer hears such an answer from you, he or she feels that you are confident and you are communicating value in a clear manner. അപ്പോൾ ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കാബുലറി അക്കംപ്ലിഷ്ഡ്. അടുത്താണ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമ്മുടെ പൊസിഷൻ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ലോങ് ടേം പ്ലാനിങ് ആൻഡ് അലൈൻമെന്റ് വിത്ത് ഗോൾസ്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ രണ്ട് ഇതിനോട് നമുക്ക് ബന്ധപ്പെടുത്തി മറ്റൊരു വാക്കൂടെ പറയാം, ടാക്ടിക് അല്ലെങ്കിൽ ടാക്ടിക്കൽ നമുക്ക് പറയാൻ പറ്റും. ടാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആണ് അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസ്. അപ്പം നമ്മുടെ ലക്ഷ്യം ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ അത് ടാക്ടിക്കൽ ഡിസിഷനാണ് അല്ലെങ്കിൽ ടാക്ടിക്കൽ മാറ്റേഴ്സാണ്, ടാക്ടിക്കൽ പോളിസി എന്നൊക്കെ പറയും. ലോങ് ടേം ആകുമ്പോൾ സ്ട്രാറ്റജിക് ആയിരിക്കും. ലോങ് ടേം എന്ന് പറയുമ്പോൾ യൂഷ്വലി 5 years to more than 5 years ആണ്. 5 വർഷം മുതൽ 5 വർഷത്തിൽ കൂടുതലുള്ള കാലയളവിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ നമ്മൾ ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിനാണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ്. അടുത്ത 10 വർഷത്തേക്ക് കമ്പനിയുടെ സെയിൽസ് എത്ര ആയിരിക്കണം, അടുത്ത 5 വർഷത്തേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര ആയിരിക്കണം, അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ എങ്ങനെയുള്ള കമ്പനി ആയിരിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നതിനെ ആണ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. ഫോക്കസ്ഡ് ഓൺ ലോങ് ടേം പ്ലാനിങ്. ലോങ് ടേം പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ഒരു ഫോക്കസാണ്. അതുപോലെ തന്നെ ആൻഡ് അലൈൻമെൻറ്റ് വിത്ത് ഗോൾസ്. ആ പ്ലാനിങ് നമ്മളുടെ ഓവറോൾ ലോങ് ടേം ഗോളുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്നതിനാണ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ സെൻറ്റൻസോട് നമുക്ക് വേണമെങ്കിൽ പറയാം, മൈ ഡിസിഷൻസ് ആർ സ്ട്രാറ്റജിക്, ഓൾവേസ് അലൈൻ വിത്ത് ദ കമ്പനീസ് ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ടാക്ടിക്കൽ അല്ല. ടാക്ടിക്കൽ എന്നാൽ ഷോർട്ട് ടൈം ആയിരിക്കും. എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം എന്നാൽ 1 year to maximum 3 years ആയിരിക്കും ടാക്ടിക്കൽ ഡിസിഷൻസ് പറഞ്ഞിട്ട്. അപ്പോൾ മോർ ദാൻ 3 years എല്ലാം ലോങ് ടൈം ആണ്. ദാറ്റ് മേ എക്സ്റ്റെൻഡ് ടു 5 years മോർ ദാൻ 5 years. 5 വർഷത്തിൽ കൂടുതലൊക്കെ ആകുമ്പോൾ അതിനെ ലോങ് ടൈം എന്ന് പറയാം. സോ വെൻ വി ആർ ഫോക്കസിങ് ഓൺ സച്ച് എ ലോങ് ടൈം, so that goal can be strategic goal, that decision can be strategic decision, that planning can be strategic planning. അങ്ങനെയാണ് നമുക്ക്. ടാക്ടിക്കൽ അല്ല. ടാക്ടിക്കൽ പറഞ്ഞാൽ നമുക്ക് 6 months to 1 year അല്ലെങ്കിൽ മാക്സിമം ഒരു 3 years, അതാണ് നമുക്ക് ടാക്ടിക്കൽ എന്ന് പറയാൻ പറ്റുന്നത്. സ്ട്രാറ്റജിക് മീൻസ് മോർ ദാൻ 3 years, എക്സ്റ്റെൻഡിങ് അപ് ടു 5 years and more than 5 years. അപ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ഫൈനാൻസ് മാനേജേഴ്സ്. കാരണം മാനേജ്മെൻറ്റ് തലത്തിലുള്ള ആൾക്കാരാണ് എപ്പോഴും സ്ട്രാറ്റജിക് ആവുന്നത്. അതിന് താഴെയുള്ള എക്സിക്യൂട്ടീവ്സിനാണ് ടാക്ടിക്കൽ ആകേണ്ടി വരുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഫൈനാൻസ് മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ടീം ലീഡേഴ്സ്, കൺസൾട്ടൻസ് ഇവരെയൊക്കെ സംബന്ധിച്ച് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ സ്ട്രാറ്റജിക് ആയിരിക്കും അവിടെ. ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള സ്ട്രാറ്റജിക് പൊസിഷനാണ്, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ സ്ട്രാറ്റജിക് പൊസിഷൻ. ബിക്കോസ് ദേ ആർ ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഷോർട്ട് ടൈം ഗോൾസ്, ബട്ട് ദേ ആർ കൺസേൺ അബൌട്ട് ദി long term planning, long term goals and long term strategies. So strategies, the word strategic or strategy is applied there to focus on long term planning and long term goals. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ 7 പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. പ്രൊവാക്റ്റീവ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ ആക്ട് ചെയ്യുക, അതാണ് പ്രൊവാക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ പറഞ്ഞ മെറ്റിക്കുലസ് ആണ്. മെറ്റിക്കുലസ് നമ്മൾ വളരെ വെരി കെയർഫുൾ ആൻഡ് പ്രിസൈസ് വിത്ത് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് സ്ട്രീം ലൈൻ ചെയ്യുക എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻ ചെയ്യാൻ ഇംപ്രൂവ് പ്രോസസ്സസ് ബൈ മേക്കിംഗ് ദ മോർ എഫിഷ്യൻ്റ് ആണ്. പിന്നുള്ളത് അനലിറ്റിക്കലാണ്. ബിക്കോസ് വെൻ യു ആർ അപ്ലൈയിങ് ഫോർ or when you are doing finance jobs, banking jobs, data management, you have to be very analytical. Even an accountant has to be very analytical. Then adaptable. So that's ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആകണം. നമുക്ക്
അഡാപ്റ്റബിൾ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് സമൺ ഈസ് ബൈ നേച്ചർ. ചിലർക്ക് അത് അവര് ചില വ്യക്തികൾ ബൈ നേച്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കും. ആൻഡ് ഇഫ് യു ആർ നോട്ട് സച്ച് എ ഫ്ലെക്സിബിൾ പേഴ്സൺ, ഇഫ് യു ആർ സച്ച് എ റിജിഡ് പേഴ്സണാലിറ്റി, we can train ourselves to be adaptable. It helps you personally, but when you are doing a job inside an organization, corporate environment, this skill is very much necessary because you have to be very adaptable, because you can't predict and you can't foresee when change is coming before you. And if you are not adaptable, you are least preferred inside the organization because the company marks you as someone not flexible enough, and you are branded as unfit to do the job, and you may be kicked out of the organization. So you have to be very adaptable, and adaptability is is one of the greatest skills nowadays in the modern world to survive and to navigate, not only in the corporate world but in the personal life also. Then comes accomplished. Accomplished means if you are an experienced and if you are an experienced person in any field, you can tell the interviewer that you are an accomplished accountant, you are an accomplished sales executive, or you are an accomplished IT professional having so and so experience, like that. Then comes strategic. Strategic is very important because especially if you are put in a place where you are a decision maker. നമ്മളൊരു ഡിസിഷൻ മേക്കർ ആയിട്ടുള്ളൊരു തലത്തിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ബിക്കോസ് you have to be very strategic, because your focus is always on the long term goals, and your focus is always on long term planning. That should be aligned with the long term goals of the organization. So you have to be strategic, and you can use this particular vocabulary to express your, to talk about your strategic nature, because you are a strategic decision maker. You are not a tactical decision maker, because when you are advancing in your career, you have to be very strategic. You are not going to be very tactical. And when you're an executive at the lower levels, you are given some tactical um, you are given some tactical areas, you are given some tactical decisions, but that's not enough when you are going up the ladder of your career and reaching some um, managerial positions where you have to make decisions with strategic in nature and strategic in importance. So these are the 7 powerful vocabulary or words you can utilize while you are facing an interview to make some kind of impressions, and thereby you are increasing the chance to be hired by the employer. അപ്പോൾ ഈ 7 അഡ്വാൻസ്ഡ് വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സ് നമുക്ക് ഉപയോഗിക്കാം to make yourself to sound smart in an interview, to make yourself ചൂസബിൾ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മൾ എംപ്ലോയർ നമ്മളെ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആക്കി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ 7 വേർഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, പക്ഷേ ഇത് വളരെ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇത് പിന്നെ വളരെ പ്രൊഫഷണലാണ്. നമ്മൾ ഈ പറഞ്ഞ 7 വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്റർവ്യൂ സമയത്ത് മാത്രമല്ല, നമ്മൾ വൈൽ വി ആർ ഡൂയിങ് ദി ജോബ് ഓൾസോ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഈ പറഞ്ഞ 7 വാക്കുകൾ നമുക്ക് മോറോർലെസ്, പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് ഉപയോഗിക്കേണ്ടി വരും, അഡാപ്റ്റബിൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, മെറ്റിക്കുലസ്, അനലിറ്റിക്കൽ, പ്രൊവാക്റ്റീവ്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, ഇവയുടെ മീനിങ്സ് നമ്മൾ പഠിച്ച് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോട്ട് ഓൺലി ഇൻ ഇൻ്റർവ്യൂസ് ബട്ട് ലേറ്റർ ഓൺ ഇൻ അവർ വർക്ക് എൻവയൺമെൻറ്റ് ഓൾസോ നമുക്ക് ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതോടുകൂടി നമുക്ക് വി ക്യാൻ എക്സ്പ്രസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വളരെ പ്രൊഫഷണലായിട്ട് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഡസ് മാറ്റർ. ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഈ പറഞ്ഞ ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ
എന്നാണ് പറയുന്നത്. ഇച്ചിരി സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഈ വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി പ്രസന്റ് അവർ സെൽസ് മോർ പ്രൊഫഷണൽ, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഇതുപോലുള്ളൊരു ടോപ്പിക്ക് മറ്റൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.